ഒരാൾ ഫക്കീർ എന്നുള്ളൊരവസ്ഥ അതിനർത്ഥം അവര് എല്ലാം ഉണ്ടെങ്കിലും അതിനോട് ഒന്നിനോട് പോലും അവർക്ക് ഹൃദയത്തിൽ ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തൊരവസ്ഥയാണ്. അതിനുള്ള ഒരു ഉത്തമ ഉദാഹരണമാണ് ഗൗസുൽ ഷെയ്ഖ് മുഹ്യദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദ്ദസല്ലാഹു സിറാജിന്റെ ഒരു കഥ. ഒരിക്കൽ ഷെയ്ഖ് അവർകൾ മുരീദുകൾക്ക് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഒരാൾ ഈ ക്ലാസ്സിലേക്ക് ഓടി വന്നിട്ട് പറയാണ്, യാ ഗൗസുൽ നിങ്ങളെ ഒരു കുറച്ച് ചരക്ക് കപ്പൽ, അന്ന് കുറച്ച് കച്ചവടങ്ങളും കാര്യങ്ങളായിട്ട് വിഷയങ്ങളൊക്കെ ഗൗസുൽ ബാബുക്ക് ഉണ്ടായിരുന്നല്ലോ. അപ്പം ഒരുപാട് കച്ചവട കപ്പലുകൾ വേറെ ഒരു തീരത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ട്രേഡ് ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഓടി വന്നിട്ട് പറയാണ്, നിങ്ങളുടെ ചരക്ക് കപ്പൽ ഈ പറഞ്ഞ കടലിൽ മുങ്ങി താന്നിട്ടുണ്ട്. അപ്പോൾ ഗൗസുൽ പപ്പ പറയാണ്, അൽഹംദുലില്ലാ. മുരിദുമാരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്, ക്ലാസ് കേൾക്കുന്നുണ്ട്. അവരത് എന്താണ് ഇപ്പോൾ ഇങ്ങനെ പറയുന്നത്, അവരൊന്നും പറഞ്ഞില്ല. ക്ലാസ് വീണ്ടും തുടർന്നു. അല്പസമയത്തിന് ശേഷം വീണ്ടും ഈ പറഞ്ഞ ഒരാൾ ഓടി വന്നിട്ട് ഗൗസുൽ പാപ്പനോട് ചോദിക്കാൻ വീണ്ടും പറയാണ്, യാ ഗൗസുൽ നേരത്തെ പറഞ്ഞ കപ്പലുണ്ടല്ലോ, അത് നിങ്ങളെ കപ്പലല്ല, അത് വേറെ ആരതോ കപ്പലാണ് കേട്ടോ, നിങ്ങളെ കപ്പൽ മുങ്ങിയിട്ടില്ല. അപ്പോഴും ഗൗസുൽ പാപ്പ പറഞ്ഞു അൽഹംദുലില്ലാ. അപ്പോൾ മുരീദുമാര് വീണ്ടും കേട്ട് ആകെ കൺഫ്യൂസ്ഡ് ആയി. അപ്പോൾ മുരീദുമാര് പാപ്പനോട് ചോദിക്കാണ്, ഷെയ്ഖ് അവറുകളെ എന്തുകൊണ്ടാണ് ഈ 2 തവണയും അങ്ങ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്? ഷെയ്ഖ് അവറുകൾ നെഞ്ചത്ത് കൈവച്ച് കുട്ടികളോട് സംസാരിക്കുകയാണ്. ആദ്യം എൻ്റെ കപ്പലാണ് മുങ്ങിയത് എന്ന് പറഞ്ഞ സമയത്ത് ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. എൻ്റെ ഹൃദയം അപ്പോൾ ദുഃഖിച്ചിട്ടുണ്ടോ എന്ന്. അപ്പോൾ അൽഹംദുലില്ലാ എൻ്റെ ഹൃദയം അല്പം പോലും അന്ന് ദുഃഖിച്ചിട്ടില്ല, ഒരു അനക്കം പോലും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇപ്പോൾ പടച്ച റബ്ബിനോട് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ തവണ ഇയാൾ വന്ന സമയത്ത് അവർ പറഞ്ഞല്ലോ, നിങ്ങളുടെ കപ്പലല്ല മറ്റൊരാളുടെ കപ്പലാണ് മുങ്ങിയത്. അപ്പോഴും ഞാൻ എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി. അപ്പോൾ എൻ്റെ ഹൃദയം അല്പം സന്തോഷിച്ചു പോയോ, എൻ്റെ കപ്പലല്ല എന്ന് അറിഞ്ഞപ്പോൾ ഹൃദയം സന്തോഷിച്ചു പോയോ എന്ന് ഞാൻ ഹൃദയത്തിലേക്ക് നോക്കി. അപ്പോൾ ഒരനക്കം പോലും സംഭവിച്ചിട്ടില്ല. അത് ഞാൻ റബ്ബിനോട് ശുക്ർ പറഞ്ഞതായിരുന്നു. വീണ്ടും അൽഹംദുലില്ലാ. ഇതായിരുന്നു ഷെയ്ഖ് അവറുടെ ഹൃദയത്തിന്റെ അവസ്ഥ. നേരത്തെ പറഞ്ഞ പോലെ എല്ലാം ഉണ്ടായിട്ടും ഒന്നിനോടും ഒരു ആസക്തി ഇല്ലാത്ത ഒരു പരമോന്നതമായ ഫക്കീർ എന്നുള്ള ഒരു വാക്കിന്റെ അർത്ഥം അത് ഷെയ്ഖ് അവറുകളായിരുന്നു.